ഹായ് ഓൾ, നമസ്കാരം. ഞാൻ ഷിനാസ്. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് കോട്ടയം ചേർപ്പുങ്കൽ സ്വദേശിയായിട്ടുള്ള ആൽബർട്ടാണ്. ആൽബർട്ട് ഇത്തവണത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷനിൽ 3rd റാങ്ക് കരസ്ഥമാക്കിയിട്ട് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായി മാറിയിരിക്കുകയാണ്. ആൽബർട്ട്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ആൽബർട്ടിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടയത്തു നിന്നാണ് അല്ലേ? അതെ. ഞാനൊരു ചെറിയൊരു കോട്ടയം സ്വദേശിയാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് പഠിച്ചതൊക്കെ. ആൽബർട്ടിൻ്റെ കോട്ടയമായിട്ടുള്ളൊരു ബന്ധം ഒന്ന് പറയുമോ? കോട്ടയമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചത് തന്നെ കോട്ടയം ജില്ലയിലാണ്, മണർകാടാണ്. എൻ്റെ വീട് സ്ഥലം കറക്റ്റ് ചേർപ്പുങ്കലാണ്, പാല അടുത്തായിട്ട് വരും. സ്കൂളിങ്ങും ഹയർ സെക്കൻഡറി വരെ തൊട്ടടുത്ത് വീടിനോട് ചേർന്ന് തന്നെ ഉള്ള ഒരു സ്കൂളിലാണ് ചെയ്തത്. അപ്പം ഒരു 15 years ഓഫ് ഏജ് വരെ നാട്ടിൽ തന്നെയായിരുന്നു. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് പഠിച്ചതൊക്കെ. അപ്പം എനിക്കും കോട്ടയമായിട്ടൊരു അഭേദമായൊരു ബന്ധമുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഈ കോട്ടയത്ത് എപ്പോഴും ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കണം അല്ലേ? ഒരു എഡ്യൂക്കേഷനുള്ളൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് ഇൻ ജനറൽ കോട്ടയത്ത് എല്ലാ ആൾക്കാരിലും ഉണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മളിപ്പോൾ UPSCയുടെ റിസൾട്ടൊക്കെ എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും മിക്ക വർഷവും ടോപ്പേഴ്സ് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്ന ഒരു ട്രെൻഡുണ്ട്. അപ്പം നമ്മൾ ആ ചെറുപ്പകാലം തൊട്ട് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് ഇൻട്രസ്റ്റ് ആവാൻ അതൊരു കാരണമായിട്ടുണ്ട്. ഈ കോട്ടയംകാരൻ എങ്ങനെയാണ് ഡൽഹി സ്റ്റീഫൻസിലേക്ക് എത്തുന്നത്? ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നാണ് സ്റ്റീഫൻസ്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സിവിൽ സർവൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് അതർ ദാൻ സെയിൻറ്റ് സ്റ്റീഫൻസ് തന്നെ. അപ്പം അതൊരു വളരെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എങ്ങനെയാണ് സ്റ്റീഫൻസിലേക്ക് എത്തുന്നത്? സ്റ്റീഫൻസിലേക്ക് ഒരു ആക്സിഡൻ്റൽ എത്തിച്ചേരലായിരുന്നു എന്ന് പറയാം. കാരണം ഞാൻ അങ്ങനെ സ്റ്റീഫൻസ് പ്ലാൻ ചെയ്ത് നേരത്തെ ഒട്ടും ഇരുന്ന ആളല്ല. അതുപോലെ തന്നെ സ്റ്റീഫൻസ് എത്തുമ്പോഴും UPSC അസ്പിയർ ചെയ്തെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് സർവീസ് എത്തിയവരുണ്ട്, ഇപ്പോഴും ട്രൈ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തൊരിക്കലും സ്റ്റീഫൻസ് എത്തിയ ആളല്ല. സ്കൂളിൽ നിന്ന് തന്നെ, ഹയർ സെക്കൻഡറിയിൽ നിന്ന് തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ സമയത്ത് DUവിൽ എൻട്രൻസ് കൊടുത്തു. പിന്നെ സ്റ്റീഫൻസ് സെലക്ഷൻ കിട്ടിയപ്പോൾ അങ്ങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഞാനത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണഗതിയിൽ ട്രഡീഷണലി പോകുന്നൊരു റൂട്ട് എടുക്കാതെ തന്നെ എന്നാൽ സയൻസ് തന്നെയാണ് എടുത്തതും. അപ്പം എൻജിനീയറിങ് മെഡിക്കൽ ഫീൽഡിലേക്കൊന്നും താല്പര്യമില്ല, സയൻസ് വേണം താല്പര്യപ്പെടുകയും. അപ്പം കേരളത്തിൽ മിക്ക കോളേജുകളിലും BSc സയൻസ് നല്ല ടോപ്പ് ഫാക്കൽറ്റീസും കോളേജസും ഉണ്ട്. പക്ഷേ ഡൽഹിയിലേക്ക് എൻ്റെ ചോദ്യം അവിടെയാണ്, ആ ട്രാൻസിഷൻ ടു ഡൽഹി എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പ്യുവർലി ആക്സിഡൻ്റൽ എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. കാരണം ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് എടുത്തൊരു ചോയ്സ് അല്ല. അറ്റ് ദ സെയിം ടൈം ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആക്കി ഇടണം എന്ന് ആ ഒരു ടൈമിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു സയൻസ് സ്ട്രീം എടുത്ത് പിന്നെ എങ്ങോട്ട് വേണേലും തിരിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. അതൊരു നല്ലൊരു ആക്സിഡൻറ്റ്. അത് കാരണം പലപ്പോഴും നമ്മൾ കുട്ടികൾ ചെയ്യുന്നൊരു മിസ്റ്റേക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ സ്റ്റേജിൽ ഭയങ്കര നീഷ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഓപ്പർച്യൂണിറ്റി മുകളിലേക്ക് തോന്നുന്നതോറും ലിമിറ്റഡ് ആയിട്ട് വരാറുണ്ട് അല്ലേ? ഇപ്പോൾ സയൻസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഏതിലേക്ക് വേണമെങ്കിലും ട്രാൻസിഷൻ എടുക്കാമെന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ചോയ്സ്. അതായത് എനിക്ക് തോന്നുന്നു ഞാനും ആൽബർട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഞങ്ങൾക്ക് ദർ ഇസ് സമ്മൺ ഇൻ ബിറ്റ്വീൻ അസ്. അർഷദ് ഇപ്പോൾ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലുള്ള നമ്മുടെ ഐലൻഡിലെ സ്റ്റുഡൻ്റാണ്. അർഷദ് ഇതുപോലെ എനിക്കൊന്ന് അർഷദ് യുവർ ബാച്ച്മേറ്റ് ആണ്. അപ്പോൾ അർഷദാണ് എൻ്റെ അടുത്ത് ഇതുപോലെ വന്നിട്ട് പറയുന്നത്, എൻ്റെ ഒപ്പം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളും കൂടെ ഉണ്ട് UPSC. അങ്ങനെയാണ് 2002 അപ്പം ഗ്രാജുവേഷൻ ഏത് വർഷമാണ് കഴിയുന്നത്? ഗ്രാജുവേഷൻ 2018 പാസ് ഔട്ടായി. എന്നിട്ട് യു കെയിം ടു ട്രിവാൻഡ്രം, റൈറ്റ്? അതെ. അവിടെ വീണ്ടും ഒരു ഐറൻ അല്ലേ? കാരണം ഡൽഹിയിലാണ് UPSC പ്രിപ്പറേഷൻ ഹബ്ബായിട്ട് എല്ലാവരും പറയുന്നത്. വാട്ട് മെയ്ഡ് യു ടു ഓപ്റ്റ് ഫോർ പ്രിപ്പറേഷൻ? അതായത് പ്രിപ്പറേഷന് വേണ്ടി ട്രിവാൻഡ്രത്തേക്ക് വന്നതാണോ, അതോ വേറെ എനി അതർ ഒബ്ജക്റ്റീവ്സ്? ട്രിവാൻഡ്രത്തേക്കുള്ള ഷിഫ്റ്റ് എന്തുകൊണ്ടായിരുന്നു? ഗ്രാജുവേഷന് ശേഷം ശരിക്കും എനിക്ക് സബ്ജക്ട് സ്ട്രീം ചേഞ്ച് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഗ്രാജുവേഷൻ ടൈമിൽ ഞാൻ എക്കണോമിക്സ് ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ എക്കണോമിക്സ് ചെയ്യണമെന്നുണ്ട്. അപ്പം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെല്ലാം എൻട്രൻസ് ഉണ്ട്. അപ്പോൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ഒരു ഗ്യാപ്പിൽ ഒരു 1 year ബ്രേക്ക് എടുത്താണ്. ആ ബ്രേക്കിൻ്റെ സമയത്താണ് ഓക്കെ എന്നാൽ ഇതിൻ്റെ ഒപ്പം UPSCയും കൂടെ ട്രൈ ചെയ്യാം എന്നുള്ളൊരു ഇൻട്രസ്റ്റിൽ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് 2018 ഷിഫ്റ്റ് ആയത്. ഓൾമോസ്റ്റ് 1 year കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ എൻട്രൻസ് ക്ലിയറായി ഞാൻ PGയിലേക്ക് പോവുകയും ചെയ്തു. ആൻഡ് യു ഡിഡ് യുവർ PG in CDS, റൈറ്റ്? അതെ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും എണ്ണം പറഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. CDSലെ ഒരു എൻവയോൺമെൻറ്റും, കാരണം യു സ്റ്റഡീഡ് ഫിസിക്സ്,
ദെൻ യു മൂവ് ടു എക്കണോമിക്സ്. ഓൾറെഡി പറഞ്ഞു എക്കണോമിക്സിൽ ഇൻട്രസ്റ്റ് ഉള്ളതാണെന്ന്. പക്ഷേ CDS പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് എക്കണോമിക്സ് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യു നീഡ് ടു ഹാവ് എ ഫൗണ്ടേഷൻ, ഫണ്ടമെന്റൽസ് ദർ. അപ്പോൾ അവിടുത്തെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? CDS ജേർണി ഒരു ബ്രീഫ് ജേർണി ആയിരുന്നു. ഞങ്ങളുടെ ഒരു 1 ഇയറിനുള്ളിൽ കോവിഡ് വന്ന് പിന്നെ ഓൺലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ബട്ട് സ്റ്റിൽ CDS ഒരു മെമ്മറബിൾ ഇവൻ്റ് ആയിരുന്നു. കാരണം ഒരു ചെറിയ ക്ലാസ്, അറൗണ്ട് 16 സ്റ്റുഡൻസേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നമ്മുടെ ഒരു DU ക്യാമ്പസിന് ഈക്വലൻ്റ് ആണ്. കാരണം സ്റ്റുഡൻസ് കൂടുതലും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ആ രീതിയിൽ തന്നെയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഫിസിക്സിൽ നിന്ന് വന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത് ഐ വാസ് ഏബിൾ ടു ടോപ്പ് ദെയർ ഓൾസോ. കാരണം ആ ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് എക്കണോമിക്സ് ഹെൽപ്ഫുൾ ആയിട്ട്. ഓക്കെ. അപ്പം എൻ്റെ കരിയർ ചോയ്സ് സിവിൽ സർവീസ് ആണെന്നുള്ളതിലേക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുന്നത് എപ്പോഴാണ്? ഈസ് ഇറ്റ് ആഫ്റ്റർ ദ PG? PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു 1 ഇയറിൽ ഞാൻ ചെറുതായിട്ട് സിവിൽ സർവീസിനെ പറ്റി റീഡ് ചെയ്യുക, അതുപോലെ തന്നെ സിവിൽ സർവീസ് എക്സാമിനെ പറ്റി ഒന്ന് ഫെമിലിയറൈസ് ഒക്കെ ആവുന്നു. ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പം ഐ ഫെൽ ലൈക്ക് ഇറ്റ് വാസ് ഡൂവബിൾ. ഞാൻ ആ സമയത്ത് സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയിൽ ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓക്കെ, എനിക്ക് പറ്റിയ ഒരു ഏരിയ ആണ് എന്ന് പതുക്കെ ഒരു റിയലൈസേഷൻ വരുവാണ്. എനിക്കൊന്നൊരു ആക്ച്വൽ പ്രിപ്പറേഷൻ ഒരു ഫുൾ ഫ്ലെജിലേക്ക് വരുന്നത് പോസ്റ്റ് PG ആണ്. ഏതാണ്ട് ആ സമയത്താണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഓക്കെ. ഐലേണുമായിട്ടുള്ളൊരു അസോസിയേഷൻ എങ്ങനെയായിരുന്നു? ഐലൈനുമായിട്ട് ഈ പറഞ്ഞ പോലെ അർഷദ് വഴിയാണ് ഫസ്റ്റ് ഞാൻ സാറിനെ ഒന്ന് മീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് നിഖിൽ സാറുമായിട്ടും, നിഖിൽ സാർ എൻ്റെ മെൻറ്ററായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മെയിൻസ് എന്ന് പറയുന്നത് 22-ലാണ് നടക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഫസ്റ്റ് മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ് എല്ലാം ചെയ്തത് ഐലൈനിൽ വെച്ചാണ്. അപ്പോൾ ആ സമയത്തെ ഒരു ഇൻപുട്ട് നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ, ആൻസർ റൈറ്റിങ്ങിൻ്റെ ഫൗണ്ടേഷൻ അവിടെ നിന്നായിരുന്നു എന്ന് പറയും. പിന്നെ അഗെയിൻ 23-ൽ ഇൻ്റർവ്യൂ പോയപ്പോഴും 24-ൽ ഇൻ്റർവ്യൂ പോയപ്പോഴും ഒബ്വിയസ്ലി എനിക്ക് ആദ്യമായിരുന്നതുകൊണ്ട് അധികം ടൈമൊന്നും കിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ചെറിയ അസോസിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 തവണ ഇൻ്റർവ്യൂവിലും ആൽബർട്ട് നേരത്തെ വിളിക്കുന്നുണ്ട് അല്ലേ? ഇൻ്റർവ്യൂ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ വരുന്നുണ്ട് അല്ലേ? അതെ. ഈ 3 തവണ മെയിൻസ് എഴുതുന്നു. അതെ. 2 തവണ അതിൽ ഇൻ്റർവ്യൂവിന് പോകുന്നു. പക്ഷെ 2 തവണയും വളരെ ചെറിയൊരു മാർക്കിൻ്റെ ഇതിൽ തന്നെ അല്ല, ഏതെങ്കിലുമൊക്കെ ഒരു പേപ്പറിന് ചെറിയ വേരിയേഷനിൽ കിട്ടാതെ വരുന്നു. അപ്പം എപ്പോഴെങ്കിലും ഇതല്ല എൻ്റെ മേഖലയെന്ന് വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇത് എൻ്റെ ഫീൽഡ് അല്ല എന്ന് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. മേ ബി അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഈ ഫീൽഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്തത്. ഒബ്വിയസ്ലി നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആകാൻ കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷനിൽ, പക്ഷേ എനിക്ക് ഇത് എൻ്റെ ഏരിയ അല്ല എന്നൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ സമയത്ത് എനിക്കൊന്ന് കൂടെ തന്നെ മറ്റു പല ഡിഗ്രി എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേരള PSCയുടെ എക്സാമിനേഷൻസ് എഴുതുന്നുണ്ടായിരുന്നു അല്ലേ? ഞാൻ ഫസ്റ്റ് KS എക്സാമാണ് ആദ്യം എഴുതുന്ന ഡിഗ്രി ലെവൽ എക്സാം. അപ്പം ഞാൻ UPSC എഴുതുന്നതിനൊപ്പം തന്നെ ഇത് തുടങ്ങിയതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതാൻ തുടങ്ങിയത്. ഓക്കെ. ഫൈനലി പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. ഈ റിസൾട്ട് KSന്റെ റിസൾട്ട് വന്നപ്പോൾ ഉള്ളൊരു ആ ഒരു മൊമെന്റ് എവിടെയായിരുന്നു? റിസൾട്ട് വരുന്ന സമയത്ത് പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ ഒരു ട്രെയിനിങ് CHRD കൊട്ടാരക്കര വെച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹരികുമാർ സാറിൻ്റെ ഒരു ക്ലാസിൻ്റെ സെഷൻ്റെ ഇടയ്ക്ക് നിന്നാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റിസൾട്ട് ഒട്ടും എക്സ്പെക്റ്റഡ് അല്ല. കാരണം PSC എന്നെ ഓൾറെഡി നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു February 16 റിസൾട്ട് ഇടുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പുറകിട്ട് 2-3 ഫ്രണ്ട്സ് നോക്കിയിട്ട് പറഞ്ഞു കേസ് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നില്ല. പിന്നെ ഫോൺ എടുത്ത് നോക്കി, ഓക്കെ ക്ലിയർഡ് ആണ്. ആ ഒരു ഫീൽ ആയിരുന്നു. ഓക്കെ. കാരണം ഞാൻ ആ സമയത്ത് ആൽബർട്ടിനെ വിളിക്കാൻ നമുക്ക് കിട്ടുന്നില്ല. അതിന് ആൽബർട്ട് ടീ ബ്രേക്കിന് ഇടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞു, സാർ ഇവിടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ടീ ബ്രേക്കിന് ഇടയ്ക്ക് വെച്ചിട്ട് അത് ഫോൺ എടുക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഓൾറെഡി സർവീസിലുണ്ട്. പക്ഷേ KS എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് ഇക്വലൻ്റ് ടു UPSC നടത്തുന്ന എക്സാമിനേഷനും അതുകൊണ്ട് ഒരു IASന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിംഗ് കൂടെ. അപ്പം പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ഒരാൾ KSലേക്ക് എത്തുന്നു. പക്ഷെ അതൊരു ഒബ്വിയസ്ലി ഒരു അപ്ഗ്രഡേഷൻ ആണല്ലോ അല്ലേ? അപ്പോൾ എന്താ ശരിക്കും ആ റിസൾട്ട് വന്നപ്പോൾ ശരിക്കും തോന്നിയത് എന്തായിരുന്നു? റിസൾട്ട് വന്നപ്പം ആക്ച്വലി എനിക്ക് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഒബ്വിയസ്ലി പല റിസൾട്ടുകൾക്കകത്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോട്ട് ഫൗണ്ട് കാണുന്ന ഒരു ശീലം ആയതുകൊണ്ട് തന്നെ ഞാൻ റിസൾട്ടിനെ പറ്റി ഓവർ എക്സൈറ്റഡ് അല്ലായിരുന്നു. ബട്ട് ഫൈനലി ഒരു റിലീഫ് ഉണ്ടായിരുന്നു. ഓക്കെ, ഫൈനലി എവിടെയെങ്കിലും എത്തി എന്നൊരു. ഓക്കെ. നമുക്ക് പ്രിപ്പറേഷൻ്റെ ഡയമെൻഷനിൽ ആലോചിക്കുമ്പോഴത്തേക്കാണല്ലോ, ഇപ്പം കേരള PSC വളരെ പണ്ട് നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഡിഗ്രി ലെവൽ എക്സാമിനേഷനിൽ ഒരു കൺസിഡറബിൾ ആയിട്ട് അപ്ഗ്രഡേഷൻ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഈ UPSC എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേരള PSC എന്ന് പറയുന്നത് ഒരു ലേശം പുച്ഛത്തോടെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണെങ്കിൽ ഇന്ന് UPSC പരീക്ഷ എഴുതുന്ന പലരും തന്നെയാണ് PSCയുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ക്ലിയർ ചെയ്യുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ആ UPSC പ്രിപ്പറേഷനും KS പ്രിപ്പറേഷനും കൂടെ ബാലൻസ് ചെയ്തത്?
ആക്ച്വലി ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ KS തൊട്ട് മീൻസ് 2020 KS തൊട്ട് PSCയുടെ ഈ എക്സാം പാറ്റേണിലൊരു ഷിഫ്റ്റ് ഉണ്ട്. UPSC ലെവൽ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി ഡിഗ്രി ലെവൽ ഇത് വരുന്ന എക്സാംസ് ഒക്കെ നടക്കുന്നത്. അപ്പം പ്രിപ്പറേഷൻ ബാലൻസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബി ഓണസ്റ്റ് ഇത്തവണത്തെ KSന് ഞാൻ അധികം പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു. കാരണം വേക്കൻസി കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ UPSC ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ആൻസർ റൈറ്റിംഗ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സ്കിൽസ് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രിപ്പയർ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്യുമുലേറ്റഡ് നോളജ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ പോയി എഴുതുകയാണ് ചെയ്തത് എക്സാം. UPSC പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന ഏറ്റവും അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നത് ഈ ആൻസർ റൈറ്റിങ്ങിലുള്ളൊരു ഫോക്കസ് ആണല്ലോ. കാരണം നമ്മളൊരു ചോദ്യത്തെ പ്രോപ്പറായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള നോളജ് ഉപയോഗിച്ചുകൊണ്ട് ആൻസർ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് സംതിങ് വെരി ക്രൂഷ്യൽ, റൈറ്റ്? ഈ UPSCയിൽ നമ്മൾ ചെയ്ത ആ ഒരു ആൻസർ റൈറ്റിംഗ് പ്രിപ്പറേഷൻ KSൻ്റെ ആൻസർ റൈറ്റിങ്ങിലേക്ക് വന്നപ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു അതിനെ ബ്രിഡ്ജ് ചെയ്തത്? ഈ പറഞ്ഞ പോലെ UPSCയുടെ ആൻസർ റൈറ്റിംഗിൽ അതേ സ്റ്റൈൽ തന്നെയാണ് KSലും അഡോപ്റ്റ് ചെയ്തത്. അതായത് നമ്മൾ പോയിന്റ് ഫോർമാറ്റ് എഴുതുക, ക്വസ്റ്റ്യൻസിനെ സബ് ഡിവൈഡ് ചെയ്യുക, അതിന് അഡിക്വേറ്റ് വെയിറ്റേജ് കൊടുക്കുക, ഇതൊക്കെ ഫോക്കസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് ബൗൺസേഴ്സ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ സർവീസിൽ കയറുള്ളൂ എന്ന് എനിക്കൊരു പ്രീ ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. കാരണം വേക്കൻസി വളരെ കുറവാണ്. ഈ ബൗൺസേഴ്സ് 6 അടിക്കുന്നവർ മാത്രമേ കയറുള്ളൂ എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാഞ്ഞത്. കാരണം ബൗൺസേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ലെഗ് ഫാക്ടറാണ്. പക്ഷേ എനിക്ക് ആ ബൗൺസേഴ്സ് ഒന്നും തന്നെ മേ ബി ഒരു വൈൽഡ് ഗസ്സിലൊക്കെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് പോലും ഞാൻ മിസ് ഔട്ട് ആക്കിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു കൺസിഡറബിളി നല്ല സ്കോറിലേക്ക് എത്തിയത് ആ UPSC ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കി ക്വസ്റ്റ്യൻസ് അത് മെയ്ഡപ്പ് ചെയ്തുകൊണ്ട്. അത് ഞാൻ കേട്ടു. കാരണം ചില ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് ദ ബ്ലൂ ആയിട്ട് ചില ചോദ്യങ്ങൾ വരും KSന്. അപ്പോൾ അത് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്. സോ ഇഫ് യു മിസ്ഡ് സം ബൗൺസേഴ്സ് ദെൻ യുവർ അതർ സ്കോർസ് ആർ വെരി നൈസ്, അല്ലേ? മറ്റ് ആൻസേഴ്സൊക്കെ ഭയങ്കര നല്ലതായിരിക്കും. ഈ UPSC ഇൻ്റർവ്യൂ 2 തവണ പോയ ഒരാൾ, അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ തന്നെ മൾട്ടിപ്പിൾ തവണ 1-to-1 ഒക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ KSൻ്റെ ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോഴത്തേക്കും അതും UPSC ഇൻ്റർവ്യൂ തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? മാർക്സ് ഒബ്വിയസ്ലി ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ആ ഒരു എക്സ്പീരിയൻസിലും ഒരു ജനറൽ ഡിഫറൻസ് ഉണ്ട്. കാരണം UPSC ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഗ്ലോബൽ അഫയേഴ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രോപ്പർ ഡാഫ് അവരുടെ മുന്നിലുണ്ട്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. KSലേക്ക് വരുമ്പോൾ നമ്മുടെ ബയോഡാറ്റ അവരുടെ മുന്നിലുണ്ടെങ്കിലും അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് വരണമെന്ന് നിർബന്ധമില്ല. UPSCയിൽ ഒബ്വിയസ്ലി വരണമെന്ന് 100% ഷുവറിറ്റി ഇല്ലെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇവിടെ കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു നാരോ ഡൗൺ അല്ലെ വാട്ടർ ഡൗൺ വെർഷനായിട്ട് KS ഇൻ്റർവ്യൂ കാണാമെന്നാണ്. ഓക്കെ, എന്തായിരുന്നു ചോദിച്ചിരുന്നത് KS ഇൻ്റർവ്യൂവിൽ? എക്സ്പെക്റ്റഡ് ഏരിയാസിൽ നിന്ന് എനിക്ക് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. കാരണം ഞാൻ എൻ്റെ UPSC ജേർണി അതുപോലെ തന്നെ പഞ്ചായത്തിലെ എക്സ്പീരിയൻസ് ഇതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്ത് പോകുന്നത്. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയിരുന്നു. പിന്നെ സിറ്റുവേഷൻ ബേസ്ഡൊക്കെ ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ഒരു പ്രിപ്പറേഷൻ ജേർണി മാറ്റി നിർത്തി കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമുള്ള, എസ്പെഷ്യലി ബോളിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ 2018 ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അല്ലേ? ഒരു നോവൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്തിലേക്കുള്ളൊരു ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? അത് എപ്പോഴാണ് എഴുതാൻ തുടങ്ങിയത്? എന്തായിരുന്നു നോവൽ? എന്താ തീം? എന്താ നോവലിൻ്റെ? എഴുത്തിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലം തൊട്ട് ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. സ്കൂൾ മാഗസിൻസ് അങ്ങനെയൊക്കെ എഴുതുമായിരുന്നു. പിന്നെ ഗ്രാജുവേഷൻ്റെ ടൈമിലാണ് ഈ നോവൽ എഴുതുന്നതും പബ്ലിഷ് ചെയ്യുന്നതൊക്കെ. 3rd ഇയറിൽ നിൽക്കുമ്പോഴാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ഒരു 2nd ഇയറിലൊക്കെയാണ് ഈ നോവൽ ഒരു കോൺക്രീറ്റ് വർക്കിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഡൽഹി പോയി കഴിയുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ലൈഫ് കൾച്ചറും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം ആ ഒരു കൾച്ചറിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മൾ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്ന സ്റ്റോറീസിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു നോവലാണ് എഴുതിയത്. പിന്നീട് കൂടുതൽ എഴുതാനായിട്ട് പരിശ്രമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ഫീൽഡിലായിരുന്നു. ഓക്കെ. ഈ പല അഡ്മിനിസ്ട്രേറ്റേഴ്സും അവരുടെ എക്സ്പീരിയൻസുകൾ പിന്നീട് എഴുതിയിട്ടും ഒക്കെ ഉണ്ട്. കേരളത്തിൽ തന്നെ ആണെങ്കിലും പല IAS ഓഫീസേഴ്സും അവരുടെ എക്സ്പീരിയൻസ് നോവലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ എഴുതാൻ താല്പര്യമുണ്ടോ? അറിയില്ല, മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ വരുന്നു അതനുസരിച്ച് ചെയ്യാൻ. ഓക്കെ. ഇനി അഗെയിൻ രണ്ടാമതൊരു ഹോബിയിൽ ഞാൻ ക്രിക്കറ്റ് എപ്പോഴും കാണാറില്ല. ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? ക്രിക്കറ്റ് ഫേവറേറ്റ് പ്ലെയർ? ഫേവറേറ്റ് ആയിട്ടൊരു പ്ലെയർ പറയാനില്ല, എങ്കിലും സ്റ്റിൽ ബാറ്റ്സ്മാൻസ് എടുക്കുകയാണ് വിരാട് കോഹ്ലി, ബോളേഴ്സ് ജസ്പ്രീത് ബുംറ, ഇവരെല്ലാം ഇഷ്ടമാണ്. ക്രിക്കറ്റ് റെഗുലറായിട്ട് വാച്ച് ചെയ്യും. കാരണം എൻ്റെ ഒരു റിലീഫ് എന്ന് പറയുന്നത് ക്രിക്കറ്റായിരുന്നു. ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ ക്രിക്കറ്റും അതുപോലെ തന്നെ മലയാളം ഓപ്ഷനിലായിരുന്നു. അങ്ങനെ കുറച്ച് റീഡിങ്സും ഇതായിരുന്നു മെയിൻ ഹോബീസ്.
ക്രിക്കറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഇൻസ്പയറിങ് മെനി പീപ്പിൾ അല്ലേ. ഐ തിങ്ക് ക്രിക്കറ്റിൽ എപ്പോഴും ഒരു അണ്ടർ ഡോഗ് റേസിങ് ടു ദ ടോപ്പ് അല്ല, എപ്പോഴും ഒരു സ്കോപ്പ് ടു വിൻ ഉണ്ട്. ഇപ്പം അവസാന ഓവറിലും ജയിക്കാൻ 20 റൺ വേണമെങ്കിലും അപ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ ഇങ്ങനെ കളി കാണുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എനിക്കൊന്നു ആ ഒരു ഹോപ്പാണെന്ന് തോന്നുന്നു ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഒരു മോട്ടം തോന്നാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട് ക്രിക്കറ്റിൻ്റെ ഒരു ഫിലോസഫിക്കൽ ഡയമെൻഷൻ ചിന്തിക്കുമ്പം ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് ചിലപ്പോൾ നമ്മൾ ജയിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിനെ പറ്റി ആലോചിക്കുമ്പോഴും ഇന്ത്യൻ ടീമിന് ക്രിക്കറ്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വി ഓൾവേസ് ബിലീവ് ദാറ്റ് വി ഹാവ് ദ പോസിബിലിറ്റി ടു വിൻ, റൈറ്റ്? അതെ, ഡെഫിനറ്റ്ലി. ഇപ്പം ക്രിക്കറ്റ് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കാൻ തന്നെ, സ്പോർട്സ് ഇൻ ജനറൽ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കംബാക്ക്, ഹോപ്പ്, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ക്രിക്കറ്റ് ഇൻ പർട്ടിക്കുലർ സാറി പറഞ്ഞ പോലെ നമുക്ക് ലാസ്റ്റ് ഓവറിൽ വിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു സീരീസിൽ പുറകിൽ പോയ ആൾക്കാരെ അടുത്ത സീരീസിൽ അവരുടെ കംബാക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആ ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ക്രിക്കറ്റിനെ പെട്ടു തുടങ്ങിയത്. അതുപോലെ തന്നെ പല പ്ലെയേഴ്സ് പല സ്റ്റൈല്, ചിലർ ഹാങ് ഓൺ ചെയ്യുന്നു, ചിലരുടെ കംബാക്സ്, ഇതെല്ലാം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ക്രിക്കറ്റ് ഹാൾ ഓൾവേസ് ബീൻ എ സ്റ്റോറി. അങ്ങനെ ഒരു കംബാക്ക് സ്റ്റോറി തന്നെയാണ് ആൽബർട്ടിൻ്റെ ഈ സ്റ്റോറി നോക്കുകയാണ്. കാരണം UPSC എക്സാമിനേഷൻ എഴുതുന്നു, മൾട്ടിപ്പിൾ തവണ മെയിൻസ് എഴുതുന്നു, ഇൻ്റർവ്യൂവിന് പോകുന്നു. അപ്പം അങ്ങനെ പോയിട്ടുള്ള കുറേ പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്രണ്ടിൽ കേസ് എപ്പോഴും ഒരു ഓപ്ഷനായിട്ടുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീങ് മോട്ടിവേറ്റഡ് ഈസ് സംതിങ് ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ, റൈറ്റ്? എസ്പെഷ്യലി സ്റ്റീഫൻസി പഠിച്ച ഒരാളെന്ന രീതിയിലും കൂടാണ്. അതായത് ഇപ്പം നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഹയർ പൊസിഷൻസുകളിലും നല്ല നല്ല കുറേ പോസ്റ്റുകളുണ്ടാവും. ആ സമൺ ഹു ഹാസ് ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഓൾസോ, എല്ലാവരോടും കണക്റ്റഡ് ആയിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതെപ്പോഴെങ്കിലുമൊക്കെ, അതായത് പീപ്പിൾ ആർ മൂവിങ് ഓൺ, സോ ഐ ആം പ്രിപ്പയറിങ് ഹിയർ, ഞാൻ എവിടെയെങ്കിലും എത്തുന്നില്ല, അങ്ങനത്തെ ഒരു തോന്നലുകൾ തോന്നിയിട്ടുണ്ടോ പ്രിപ്പറേഷൻ സ്റ്റേജിൽ? ഡെഫിനറ്റ്ലി പ്രിപ്പറേഷൻ സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ സാറിന് അറിയാവുന്ന പോലെ തന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് സർവീസിലുണ്ട്, ഒരുപാട് പേര് സർവീസിൽ എത്തുന്നു, നമ്മൾ മാത്രം എത്തുന്നില്ല. എവരി ഇയർ എൻ്റെ അടുത്തേക്ക് പിയർ മോക്കൊക്കെ എടുത്ത് എല്ലാ ആൾക്കാരും ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് മാത്രം ക്ലിയർ ആകാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ട്. ഒബ്വിയസ്ലി ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഫ്രണ്ട്സും ഉണ്ട്. അപ്പം നമ്മളെ അതൊരു ഒബ്വിയസ്ലി നമ്മളെപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വെയിറ്റ് ഡൗൺ ചെയ്യും ഇങ്ങനത്തെ ചിന്തകൾ. പിന്നെ ഞാൻ അതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ സിറ്റ് ബാക്ക് ആൻഡ് തിങ്ക് അബൌട്ട് ഓക്കെ, എന്തായിരുന്നു എൻ്റെ പർപ്പസ്, ഞാൻ എന്തുകൊണ്ട് ഇതെടുത്തു, ഞാൻ എന്തുകൊണ്ട് ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിപ്പോഴും വാലിഡ് ആണോ? അത് വാലിഡ് ആണോ? അതെ. ഐ തിങ്ക് ഈ റെട്രോസ്പെക്ഷൻ ഹാസ് ബീൻ ഓൾവേസ് ബീൻ യുവർ സ്ട്രെങ്ത് ഓൾസോ. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ 2000 ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ആൻഡ് ഐ തിങ്ക് വി സാറ്റ് ആൻഡ് വി വർ ഡിസ്കസിങ് ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറെന്ന് വെച്ചാൽ പല കുട്ടികളും കിട്ടാതിരിക്കുമ്പോഴത്തേക്കും വിഷമിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആൽബർട്ട് വാസ് ആക്ച്വലി കമ്മിങ് ബാക്ക്, അത് ഇതെങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റുന്നത് എന്നുള്ള. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് റിയലി അപ്രീഷിയേറ്റഡ്. അതായത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ലൈഫ് ഈസ് നോട്ട് ഓൾ അബൌട്ട് ഗെറ്റിംഗ് ഹിറ്റ്, ലൈഫ് വിൽ ഡെഫിനറ്റ്ലി ഹിറ്റ് യു ബാക്ക്, ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ഗെറ്റിംഗ് ബാക്ക് ഓൺ ഫീറ്റ്. ആൻഡ് ഐ തിങ്ക് ആൽബർട്ടിൻ്റെ ലൈഫിലും പലപ്പോഴും അടികൾ കിട്ടിയിട്ടുണ്ടായിരിക്കും, ബട്ട് യു ട്രൈ ടു ഗെറ്റ് ബാക്ക്, റൈറ്റ്? ഈ ഒരു തിരിച്ചെണ്ണീച്ച് നിൽക്കുമ്പം ഓരോ തവണ നമ്മൾ വീഴുമ്പോഴും നമുക്ക് തിരിച്ചെണ്ണീച്ചിരിക്കണമല്ലോ. അപ്പം നമ്മളെ അതിന് പ്രേരിപ്പിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സുകൾ കൂടാതെ നമ്മുടെ ഒരു സപ്പോർട്ട് എക്കോസിസ്റ്റം ഉണ്ട്. നമ്മൾ ഓരോ തവണ വീഴുമ്പോഴും നമ്മൾ എണ്ണിപ്പിച്ച് നിർത്തുന്നത് ആ ഒരു സപ്പോർട്ട് എക്കോസിസ്റ്റം, അത് ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ. അപ്പം ലെറ്റ്സ് ടോക്ക് അബൌട്ട് യുവർ ഫ്രണ്ട്സ്. യു ഹാവ് ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. സോ എങ്ങനെയായിരുന്നു ആ ഫ്രണ്ട്സ് ഈ ഒരു ജേർണൽ ഹെൽപ്പ് ചെയ്തിരുന്നത്? ഫ്രണ്ട്സ് ഈ പറഞ്ഞ പോലെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട് തന്നെ കരുതാവുന്ന ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ ഫെയിലിയേഴ്സിലും അവർ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അവർക്കും നമ്മുടെ നേച്ചർ അറിയാം, ഓക്കെ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. കാരണം ഞങ്ങൾ ഓവർ ദി ഇയേഴ്സ് നമ്മളൊരു ബ്രൂട്ടൽ റിയലിസ്റ്റ് ആവും. ഒരു പരിധി വരെ പുറത്തുനിന്നുള്ളവർ അതിനെ പെസിമിസ്റ്റ് എന്ന് കളിയാക്കുകയും ചെയ്യും, UPSC ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ. അപ്പം പതുക്കെ ഫ്രണ്ട്സ് സപ്പോർട്ടീവാണ്. മാത്രമല്ല അവർക്ക് ഏത് സിറ്റുവേഷനിലും നമ്മളെ അറിയാം. അപ്പോൾ സാറെ ഞാൻ ഓർക്കുന്നുണ്ട് 23 ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാർ ചോദിച്ചു, നീ ശരിക്കും ഓക്കെ ആണോ അതോ നീ ആക്ട് ചെയ്തതാണോ? നമ്മൾ ആ ഒരു ഒരു മിഡിൽ ക്ലാസ് വാല്യൂ എന്ന് പറയത്തില്ലേ, ഒരു ഗെറ്റിംഗ് ബാക്ക്, ആ ഒരു വാല്യൂ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ഫ്രണ്ട്സ് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും. അത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്താ വെച്ചാൽ വേറൊന്നുമല്ല, പലർക്കും അവിടെ ഒരു വിഷമം ആയിരിക്കും നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ശരിക്കും പോകുമ്പം ആൽബർട്ട് സാർ അത് ശരിയാക്കാം, നമുക്ക് അടുത്താണെന്ന് ആൽബർട്ട് വർ പോസിറ്റീവിനെക്കാട്ടി ഉപരിയായിട്ട് ഇത് ഇങ്ങനൊരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഐ എം നോട്ട് യൂസ് ടു ഫെയിലിയർ ബട്ട് ഐ നോ ഹൗ ടു ഓവർകം. എനിക്കൊന്ന് ഓവർകം ചെയ്യാം, ഇങ്ങനെ മിസ്റ്റേക്സ് ലൈഫിൽ സംഭവിക്കാം, പക്ഷേ വി വിൽ കറക്റ്റ് ഇറ്റ്. അങ്ങനെ ഓവർ ദ പീരീഡ് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. പേരൻസിൻ്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു?
പേരൻസ് എപ്പോഴും ഒരു സൈലൻറ്റ് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ. കാരണം ഞാൻ പേരൻസ് നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതിൻ്റെ സമയത്ത് ഞാൻ ഡൽഹി പോകാനൊരു ഡിസിഷൻ എടുത്തപ്പോൾ പോലും അവർക്കത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ ഒന്നുമല്ല. ബട്ട് ദേ സ്റ്റിൽ ബിലീവ്ഡ് ഇൻ മീ. നിനക്കെന്താണോ ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യുക എന്നുള്ള സപ്പോർട്ടായിരുന്നു. പിന്നെ ആണെങ്കിലും ഞാൻ പ്രിപ്പറേഷനിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫാദറിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു പേഴ്സണൽ ലൈഫിൽ. അപ്പം ഇതിനെല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഫാമിലി എൻ്റെയർലി എൻ്റെ പുറകിലുണ്ട് എന്നൊരു ധൈര്യം എനിക്കുണ്ട്. കാരണം ഇപ്പം ട്രിവാൻഡ്രത്തേക്കൊക്കെ വരുമ്പോഴാണെങ്കിലും എൻ്റെ പേരൻസോ ഫാമിലിയോ ഒന്നും ഇവിടെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ അവർ വരാറില്ല. ബട്ട് ദേ ആർ ഓൾവേസ് ദ 12th മാൻ എന്നുള്ള ഇത് എനിക്കറിയാം. അവർ ബാക്ക് സപ്പോർട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഈ UPSC പ്രിപ്പറേഷനിൽ നിന്നും താങ്കൾ കേസിന് അത് രണ്ടും സിമിലറായിട്ട് കൊണ്ടുവന്നു, പരീക്ഷ ക്ലിയർ ചെയ്യുന്നു, അങ്ങനെ കേസ് കിട്ടി. അപ്പം വെരി ഇമ്മീഡിയറ്റ്ലി അഡ്വൈസും കാര്യങ്ങളൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് വെക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസിന് ഫസ്റ്റ് ബാച്ച് ഇപ്പം നമ്മുടെ തന്നെ ഒത്തിരി സ്റ്റുഡൻസ് ആ ബാച്ചിലുണ്ട്. ദേ ഹാവ് ഡൺ ആൻ എക്സംപ്ലറി ജോബ്. ആക്ച്വലി മിക്കയിടത്തും ഡെപ്യൂട്ടി കളക്ടേഴ്സായിട്ട് ഇരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പോസ്റ്റ് ഇരിക്കുന്നുണ്ട്. അവരെല്ലാം ഭയങ്കര അതായത് അവരുടെ എഫേർട്സിലും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ബാച്ച് ഓഫ് കേസിനൊരു ബിഗ് സല്യൂട്ട് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് യു ഹാവ് എ ബിഗ് ഷൂസ് ടു ഫിൽ ഇൻ ടു, റൈറ്റ്? ആ ഒരു ബാച്ചിന് അപ്പം അവരിൽ ആരോടും കോൺടാക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, അതോ ആ ഫസ്റ്റ് ബാച്ചിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നോ? അവരുടെ ബാച്ചിൽ ചില ഫ്രണ്ട്സ് ഉണ്ട്, ക്ലോസ് ഫ്രണ്ട്സ് അല്ല. കാരണം ഞാനും ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അവർ കുറേ പേരുമായിട്ട് കോൺടാക്ട്സ് ഉണ്ട്. അവരുടെ ആക്ടിവിറ്റീസ് ഇടയ്ക്ക് കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഇവർ കയറിയിട്ട് ഇവർ എന്ത് ചെയ്തു എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇത്. പക്ഷേ ഞാൻ അത് ഡെലിബറേറ്റ് ആയിട്ട് അങ്ങനെ ഫോളോ ചെയ്ത് ഒരു ഇതില്ല. ഐ തിങ്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഡു ഹാസ് എ പൊട്ടൻഷ്യൽ ടു ട്രാൻസ്ഫോം ദ അഡ്മിനിസ്ട്രേഷൻ. എസ്പെഷ്യലി എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ഇഷ്യൂസ് ഭയങ്കര സ്പെസിഫിക് ആണ് പലതും. ഒരു അർബൻ റൂറൽ ഡിവൈഡ് വളരെ കുറവുള്ള, എന്നാൽ ഒരു അർബൻ ഇഷ്യൂസ് പലതും വളരെ കോമൺ ആയിട്ടുള്ള, പിന്നെ ഒരു ട്രഡീഷണൽ സോഷ്യൽ വാല്യൂസ് ഉള്ളപ്പോൾ തന്നെ എഡ്യൂക്കേഷനും ഹെൽത്തിനും ജെൻഡർ റൈറ്റ്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സൊസൈറ്റിയാണ്. അപ്പം നമ്മൾ നേരിടുന്ന പ്രോബ്ലംസ് കുറച്ച് ഡിഫറെൻ്റ്. അപ്പം കേരളത്തിന് യുണീക്കായിട്ടുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കാൻ സാധിക്കുന്ന, കേരളത്തിൻ്റെ കൾച്ചറൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് ഓഫീസേഴ്സ് വരുന്നത് എന്തുകൊണ്ടും കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷന് ഭയങ്കര നല്ലതല്ലേ? അപ്പം കേസ് കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് വരണമല്ലേ? എന്താണ് അഭിപ്രായം? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ കൾച്ചറലി റൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നതിലുപരി നമുക്ക് ഈ മിഡിൽ ലെവൽ ബ്യൂറോക്രസിയിൽ സാറി പറഞ്ഞ പോലെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാകും. ടോപ്പ് ലെവൽ ബ്യൂറോക്രസിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളിലേക്കും ഡയറക്റ്റ് എൻഗേജ്മെൻറ്റ് വരത്തില്ല. ഇപ്പം എനിക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട്, ഞാൻ ഒരു ക്ലർക്കായിട്ട് സപ്ലൈകോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി ആയ ആളാണ്. അപ്പം ഇതിൻ്റെ ഗ്രഡേഷൻ കറക്റ്റായിട്ട് മനസ്സിലായ ഒരാളാണ്. അപ്പോൾ ഈ മിഡിൽ ലെവൽ ബ്യൂറോക്രസിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനും റിഫോം ചെയ്യാനും ഒക്കെയുള്ള പൊട്ടൻഷ്യലുണ്ട്. അവിടെ യങ്സ്റ്റേഴ്സ് വരിക, അതുപോലെ തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരിക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. ബ്യൂറോക്രസിയുടെ എഫിഷ്യൻസി കൂട്ടാനും അതുപോലെ തന്നെ ഹയർ ലെവലിലേക്ക് നമുക്കൊരു ഫീഡർ പാത്തായിട്ട് യൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. ബാക്കി സ്റ്റേറ്റുകളിൽ ഇത് നേരത്തെ തന്നെ വന്നിരുന്നു. നമുക്ക് കുറച്ച് ഡിലേ ആയെങ്കിലും ഫൈനലി കേസ് റിയലൈസ്ഡ് ആയി. പക്ഷേ അത് കുറച്ചുകൂടെ റെഗുലറായിട്ട് ടൈം ടേബിൾ പ്രകാരം തന്നെ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആസ്പിരൻസിന് ഒരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാകും. ഐ തിങ്ക് ഒത്തിരി നമ്പേഴ്സ് ഇല്ലെങ്കിൽ പോലും എവറി ഇയർ ഇഫ് കേസ് എക്സാമിനേഷൻ ഈസ് ബീങ് ഡൺ, അപ്പം അതെനിക്കൊന്ന് അതൊരു ട്രഡീഷൻ തന്നെ ബിൽഡ് ചെയ്യും. നല്ലൊരു സെറ്റ് ഓഫ് ഓഫീസേഴ്സിൻ്റെ ട്രഡീഷൻ തന്നെ ബിൽഡ് ചെയ്യും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫസ്റ്റ് ബാച്ച് ചെയ്ത വർക്ക് ഭയങ്കര എക്സാമ്പിളറി ആണ്. ഇപ്പം നിങ്ങൾ വരുന്നു, നിങ്ങളുടെ ട്രെയിനിങ് കാര്യങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ വർക്കും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. ആൻഡ് ഐ തിങ്ക് മോർ ആൻഡ് മോർ ഓഫീസേഴ്സ് ഷുഡ് കം ഇൻ ദ സെയിം ലൈൻ ഇറ്റ് സെൽഫ്. UPSCയിലേക്ക് വരുമ്പം താങ്കളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഒബ്വിയസ്ലി ആൽബർട്ട് IAS ആവണമെന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം എങ്ങനെയുള്ളൊരു ഓഫീസർ ആവണം എന്നാണ് ആൽബർട്ട് ആഗ്രഹിക്കുന്നത്? എനിക്കിതിനകത്തൊരു ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. എവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു പോസ്റ്റിൽ നമ്മളിരിക്കുമ്പം നമ്മളത് എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്തോ അതിനേക്കാളും ഒരു ബെറ്റർ പ്ലേസ് ആക്കി, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഓഫീസായിട്ട് അവിടുന്ന് പോകുക എന്നുള്ള ഒരു ഫിലോസഫി മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ഗ്രാജുവൽ ചേഞ്ചസിൽ കൂടെ മാത്രമേ നമുക്ക് ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ്, പ്രത്യേകിച്ച് എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസിൽ നിന്നല്ല അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു, August 1 മുഖ്യമന്ത്രിയായി കഴിയുമ്പോഴത്തേക്ക് കുമാരൻ പറയുന്നൊരു ഡയലോഗുണ്ട്, KGR മുഖ്യമന്ത്രിയായി ഇവിടെ പാലും തേനും ഒന്നും ഒഴുകാനൊന്നും പോകുന്നില്ല, പക്ഷേ ഒരു എഫേർട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. എനിക്കൊന്നും ഒരു വളരെ
വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് എന്നാൽ ചെറിയ ചെറിയ സ്റ്റെപ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ ഒബ്വിയസ്ലി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് സംഭവിക്കാൻ സാധിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ? നമുക്ക് ആ ഒരു പോസിറ്റീവ് വിശ്വാസമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാനിരിക്കുന്നത്, അതായത് 2018 ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ആൽബർട്ടും ഇപ്പോൾ 2026 KS കിട്ടിയിട്ട് നിൽക്കുന്ന ഒരു 8 ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പ്രിപ്പറേഷനിലാണെങ്കിലും 1-2 ജോലിയിൽ ഇരുന്നിട്ടൊക്കെ ആണെങ്കിലും ഒക്കെ. അപ്പം വാട്ട് ആർ യു ഗോയിങ് ടു ടെൽ ദാറ്റ് യങ് ആൽബർട്ട് ഇൻ 2018? ഇപ്പോൾ ഈ 2026 നിൽക്കുന്ന ആൽബർട്ട് 2018 നിൽക്കുന്ന ആൽബർട്ടിനോട് എന്തായിരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്ന ഒരു പ്രോസസ് ഓഫ് ട്രയൽ ആൻഡ് എറർ ആയിരുന്നു. അപ്പം ഈ ലൈഫിൽ ഞാൻ നേടിയ കുറേ ലെസൺസ് ഉണ്ട്. മേ ബി എനിക്കത് നേരത്തെ ചെയ്യാമായിരുന്നു എന്നുള്ള ഫീൽ ഉണ്ടാകും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ എപ്പോഴും ഈ നമ്മൾ ജേർണി ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദി ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയുമ്പോഴും ഒബ്വിയസ്ലി ടോപ്പേഴ്സ് സ്റ്റോക്കൊക്കെ നമ്മൾ അന്നോട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ അന്നൊക്കെ ആൾക്കാർ പറയുമ്പോഴും നമ്മളിരുന്ന് കളിയാക്കും. ഓക്കെ, ഇതൊരു പ്രിവിലേജ്ഡ് പൊസിഷനിൽ നിന്ന് പറയാം, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഓക്കെ ഒരു 5-8 ഇയേഴ്സ് ഇതിൽ നിന്ന് ജേർണി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ ലൈഫ് ലെസൺ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ബട്ട് വെൻ ഐ ലുക്ക് ബാക്ക്, ആ ജേർണി ഒരുപാട് ജേർണിയാണോ മോർ ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്കറിയില്ല, ബട്ട് ജേർണി ഒരുപാട് ലെസൺസ് ലേൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഐ എം താങ്ക്ഫുൾ ടു ദാറ്റ്. അത്രയും ഈ ഒരു സിവിൽ സർവൻറ്റിനെ വ്യത്യസ്തനാക്കുന്നത് അവൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതും കൂടെയാണ്. ദ ഒറിജിൻ ഓഫ് ആൻ അഡ്മിനിസ്ട്രേറ്റർ വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ഒറിജിൻ ചെയ്ത് സാധാരണക്കാരിൽ സാധാരണക്കാരനായി നിന്ന് പഠിച്ച് ഈ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും ഐ തിങ്ക് വാട്ട് ആക്ച്വലി മേക്സ് എ ചേഞ്ച് ഈസ് ഓൾസോ ദാറ്റ്. അതായത് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല, എന്നാ ചെയ്യണമെന്ന് അതിയായ ഒരു ആഗ്രഹമുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എ റൈറ്റ് കോമ്പിനേഷൻ സോ ദാറ്റ് യു ഡോണ്ട് get desperate in the service. At the same time, you always have that fire to do something more. And I think what is going to guide you is that your ability to take defeats and introspect and come back stronger. As Rocky told, life is not all about getting hit. It is getting back on and walking again. And I do hope that you will be മേക്കിംഗ് അഡ്മിനിസ്ട്രേഷൻ KS എന്ന് പറഞ്ഞ സർവീസിലും അതുപോലെ തന്നെ കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിലേക്കുള്ള ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാറുമെന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.